ഓടുന്നുണ്ടോ? പറയട്ടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് കുറേ കാലമായിട്ട് ആലോചിക്കുന്നു. എങ്ങനെ തുടങ്ങും, എന്ത് തുടങ്ങും എന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കുറേ കാലമായി. ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. യൂട്യൂബ് ചാനൽ എന്ത് തുടങ്ങാം, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്ത് പറയും, എല്ലാ ദിവസവും ഇങ്ങനെ ആലോചിക്കും. കുറേ കാലം ആലോചന തുടങ്ങിയിട്ട്. ഡാങ്കിൻ്റെ അടുത്ത് പറയുമ്പോൾ വരെ അവളും പറയും ആലോചിച്ച് വന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തുടങ്ങണം, തുടങ്ങിയിട്ട് പിന്നെ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് എപ്പോഴും പറയാറുണ്ട്. എന്ത് വെച്ച് തുടങ്ങുമെന്ന് ആലോചിച്ച് നടന്നിട്ട് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ദൈവമായിട്ട് എൻ്റെ മുമ്പിൽ ഒരു അവസരം കൊണ്ടിട്ടത്, ഒരു പരീക്ഷണം കൊണ്ടിട്ടു. സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു, പരീക്ഷണമായിരുന്നത്, വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു. ഇന്നാണ് ആ പരീക്ഷണത്തിൻ്റെ അവസാനത്തെ ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് തന്നെ തുടങ്ങാം, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഇന്ന് എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ കഥ തന്നെ യൂട്യൂബ് ചാനലിൽ കൂടെ വിട്ടാലോ എന്ന് ഞാൻ ആലോചിച്ച്. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ചേർന്ന് വന്നൊരു ദിവസം ഇന്നാണ്. ഇന്നെൻ്റെ കല്യാണമായിരുന്നു. എന്തടി കുഴപ്പമില്ല, അതൊന്നും വിഷയമില്ല കേട്ടോ, കട്ടി കളിയാം. അപ്പോൾ ഇന്നാണ് എൻ്റെ കല്യാണം. ആരെയും ക്ഷണിച്ചിട്ടില്ല, കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ല. ആകെ അറിയാവുന്നത് അവളുടെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും വെച്ച് നാട്ടുകാർക്ക് മാത്രമാണ്. അപ്പോൾ എൻ്റെ കോലം കണ്ടാൽ തന്നെ അറിയാം. അതാണ് ഈ കോലത്തിൽ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഈ ഒരു കോലത്തിൽ കാണുമ്പോൾ എന്നെ അറിയുന്ന ആൾക്കാർ എന്തായാലും ചിന്തിക്കും അർജുൻ എന്താ ഈ കോലത്തിൽ നിന്ന്. അപ്പം കോലം കണ്ടാൽ അറിയായിരിക്കുമല്ലോ, പള്ളിയിൽ വെച്ചാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ആരോടും പറയാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാർ എല്ലാവരും മിസ് ചെയ്തു. സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ എല്ലാവരും മിസ് ചെയ്തായിരുന്നു. എൻ്റെ കൂട്ടുകാരന്മാരെ മിസ് ചെയ്തു. പിന്നെ എൻ്റെ അടുത്തറിയുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാവരെയും ഒന്നും വിളിക്കാനൊന്നും പറ്റിയില്ല. എല്ലാം പെട്ടെന്ന് വലിയ കഥയായിരുന്നു. അപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ് ഞാനിന്ന് കെട്ടിയത്. ഞാൻ ഡാങ്കിയിൽ നിന്നാണ്, ഞാൻ തന്നെ കളിയാക്കിയിട്ട പേരാണ് ഡാങ്കിയിൽ നിന്ന്. അപ്പോൾ ആ പെണ്ണാണ് ഇപ്പം ക്യാമറ പിടിച്ച് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഇന്നെൻ്റെ കല്യാണം വെച്ച് പറയട്ടെ. അപ്പോൾ ക്യാമറയ്ക്ക് പുറകിലിരിക്കുന്നതാണ് എൻ്റെ ഭാര്യ. അപ്പോൾ ഈ ചാനലിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ചാനലുണ്ടല്ലോ. അപ്പോൾ ഈ ചാനൽ എടി മാമോദിസ മുഖ്യാരും പറയട്ടെ, പറയാല്ലേ? അപ്പോൾ കുറേ കഥയുണ്ട്. മുങ്ങി മാമോദിസ മുങ്ങിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അത് അത് പറയാം. മാമോദിസ മുങ്ങിയ കഥയുണ്ട്. മാമോദിസ മുങ്ങിയിട്ട് കെട്ടണം എന്നൊന്നും അല്ലായിരുന്നു നമ്മൾ തുടക്കത്തിലെ ഡാങ്കി. അങ്ങനെ ഡാങ്കി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ല മാമോദിസ മുങ്ങിയിട്ട് കെട്ടണം, നമ്മൾ നിർമ്മിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് കല്യാണത്തിലേക്ക് അടുത്ത് പെട്ടെന്ന് കെട്ടേണ്ട സാഹചര്യം വന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വേറെ വഴിയിലുണ്ടായി. മാമോദിസ മുങ്ങി തന്നെ കെട്ടണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അപ്പോൾ ഇവള് പറഞ്ഞു മാമോദിസ മുങ്ങാണ്ട് കെട്ടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാമോദിസ മുങ്ങണം. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചത് മാമോദിസ മുങ്ങിയാൽ എനിക്കറിയില്ല. നമ്മളെല്ലാ ദൈവത്തിനും ഒരേപോലെയാണ്. നമ്മൾ കൃഷ്ണനെയും യേശുവിനെയും മുസ്ലിംസിനെയും എല്ലാവരും നമ്മൾ ഒരേപോലെ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെന്നത്. പള്ളിയിൽ ചെന്ന് അച്ഛന്മാരെ കണ്ട് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല. ഞാനൊരു തുറന്ന പുസ്തകം എന്ന് അറിയില്ല, അതേപോലെയാണ് പള്ളിയിലോട്ട് പോയത്. എനിക്ക് പേപ്പറിലെല്ലാം ബ്ലാങ്ക് ആയിരുന്നു. അച്ഛന്മാരെല്ലാം ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ നോക്കി. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഈ മാമോദിസ മുങ്ങണം എന്നുള്ള കേസ് ഇവള് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എന്താക്കി, ഓക്കെ മാമോദിസ മുങ്ങണം. വീട്ടിൽ പോയി പറഞ്ഞു നോക്കി, വീട്ടിൽ ഒരു രക്ഷയില്ല. വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടായി. മാമോദിസയും മുങ്ങണ്ട, അവൾ ഹിന്ദു ആവണ്ട, അല്ലാണ്ട് കെട്ടാനാണ് പറഞ്ഞത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കാണ്ടായപ്പോൾ കിടുന്നുണ്ടോ, അങ്ങനെ അവിടെ ഇവിടെയും മൊത്തം പ്രശ്നമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സിനിമാ നടനുണ്ട് മുകേഷിൻ്റെ പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. പഴയ കാലത്ത് മുകേഷാണ് നിങ്ങൾക്കറിയാം. അതിനകത്ത് എല്ലാം നായികനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മുകേഷ് കാട്ടിക്കൂടുന്ന കുറേ വിക്രസുണ്ട്. എന്തൊക്കെയൊക്കെയോ കള്ളത്തരം കാണിച്ച് എങ്ങനെയെങ്കിലും കല്യാണം നടക്കുക. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൃഷ്ണഭഗവാനെ ഓർത്തതും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി, വീട്ടിൽ പറയാണ്ട് മുങ്ങി. അത് ഇന്ന് തിങ്കളാഴ്ച കല്യാണമാണെങ്കിൽ ഇന്നലെ ഞായറാഴ്ച വീട്ടിൽ പൊക്കി. ഭയങ്കര ഒച്ചപ്പാടായി, നാട്ടുകാരൊക്കെ അറിഞ്ഞ്. അങ്ങനെ പുലിക്കാട് കുന്ന് മൊത്തം ഇളകി മറിഞ്ഞിരിക്കുകയാണ് അർജുൻ്റെ കല്യാണം. ഇന്ന് കല്യാണം കഴിച്ച് വരുമ്പോഴേക്കും നാട്ടുകാരൊക്കെ അറിഞ്ഞ്. ഇനിയിപ്പോൾ നാട്ടിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒരാഴ്ചത്തേക്ക് ഇന്ന് ട്രെൻഡിങ് ആയിട്ട് ഓടാൻ വേണ്ടി പോകുന്നത് അർജുൻ്റെ കല്യാണവും മാമോദിസ മുങ്ങലുമാണ്. അപ്പം ബാക്കിയുള്ള വീഡിയോസ് ഇതിലേക്ക് വന്ന കാലത്ത് കഥകൾ, ഞങ്ങളുടെ പ്രണയത്തിൻ്റെ കഥകളൊക്കെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള വീഡിയോയിൽ കാണാം. എൻ്റെ കൂട്ടുകാരന്മാരോട്, എൻ്റെ കൾട്രാക്ക് ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ എൻ്റെ പഞ്ചായത്തിലെ ചേച്ചിമാർ, തൊണ്ടർനാട്, വെള്ളമുണ്ട, പിന്നെ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ കുറേ സ്ഥലത്ത് ജോലി ചെയ്തായിരുന്നു. എറണാകുളത്ത് ജോലി ചെയ്തു, ഗുജറാത്തിൽ ജോലി ചെയ്തു, കോഴിക്കോട് ഒരു
എവിടെയായിരുന്നു സൂപ്പർ മാർക്കറ്റ് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തിന്നുന്ന എനിക്ക് ഒരുപാട് പേര് എൻ്റെ കൂട്ടുകാരന്മാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആരോടും ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ക്ഷമിക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ കൂടെ ഞാൻ എൻ്റെ കഥകൾ കേൾക്കാൻ, എൻ്റെ കഥകളെല്ലാം ഇനി ഈ വീഡിയോ കൂടെ അടുത്ത വീഡിയോ കൂടെ വരും. അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ്. എൻ്റെ കല്യാണ കഥ അടുത്ത വീഡിയോയിൽ പറയാം.